ഈ ഒരു യോഗേട്ട് ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. 500 ml പാലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് പകുതി ആവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒരു പകുതിയോളം ഒരു 250 ml ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മതിയാവുക. നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഒന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരിയ ചൂടോട് കൂടിയിട്ടുള്ള പാല്, ചെറിയൊരു ചൂട് വേണം ഒഴിച്ചു കൊടുക്കുമ്പോൾ. പാലൊന്ന് അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ. നമുക്കിതൊന്ന് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കൊരു 8 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളകാതെ ഒന്ന് മൂടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കാട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡിസേർട്ടാണ് ഇത്. എന്തായാലും എല്ലാവരും ഒന്ന് കുട്ടികൾക്ക് ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കണേ. വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.